സോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ രേഷ്മ സജീവ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വ്ളോഗിൽ ഞാൻ എന്തെല്ലാം ചെയ്യാറുണ്ട് രാവിലെ തൊട്ട് കാണിക്കാൻ പോകുന്ന. അപ്പോൾ ഡെയിലി റൂട്ടീനിന് അനുസരിച്ചിട്ട് രാവിലെ എണീക്കുമ്പം പക്ഷികൾ, കാക്കകൾ ഒച്ചകളെല്ലാം കേട്ട് നല്ല മൈൻഡ് ഫ്രഷ് ആവും. എന്നിട്ട് ഞാൻ എൻ്റെ ഡോറ് വിൻഡോസ് ആദ്യം ഞാൻ തുറന്ന് വെക്കും. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് യോഗ കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതിൻ്റെ ശേഷം ഞാനും ഹസ്ബൻഡും കൂടി ചായ കുടിച്ച് പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോകും. ഞാൻ വീട്ടിൽ പിന്നെ ബാക്കിയിൽ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ലഞ്ച് പിന്നെ എല്ലാം റെഡിയാക്കി വെക്കും. അപ്പോൾ ഉച്ചക്ക് എൻ്റെ ഹസ്ബൻഡ് വരുത്തുണ്ട്. ഇപ്പോൾ മകൻ 5 o'clock വരുത്ത് ഈവനിങ് കോളേജ് കഴിഞ്ഞിട്ട്. അപ്പോൾ അവൻ ചില സമയം ഡേ ടൈം കോളേജ് ഉണ്ടാവും, അല്ല ചില സമയം ഹർഷിക്കുന്ന വൈകുന്നേരം അല്ല ഉച്ചക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ക്ലാസ് ഉണ്ടാകുമ്പോൾ ചില 3 ദിവസം ഇങ്ങനെ രാവിലത്തെ ഉച്ചക്കത്തെ ഷെഡ്യൂളിലായിരിക്കും. അപ്പോൾ ഉച്ചക്ക് അവന് പോകേണ്ടി വരും. രാവിലെ കുറച്ച് അവന് ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് 7 o'clock കൊടുക്കാറ്. ബാക്കി രാവിലെ പോകുന്ന ദിവസം അവന് 6:30 7 o'clock തന്നെ കൊടുക്കാറ്. 6:30 ഉണ്ടാക്കി വെക്കും ഞാൻ, എന്നിട്ട് ഞാൻ 7 o'clock കൊടുക്കാറ്. അപ്പോൾ അവന് പിന്നെ സ്പെഷ്യലായിട്ട് എഗ്ഗ് ബോയിൽഡ് എഗ്ഗോ അല്ലെങ്കിൽ ഓംലെറ്റ് പിന്നെ അങ്ങനെ ആക്കി കൊടുക്കും. പിന്നെ അവൻ അങ്ങനെ ഇപ്പോൾ അവൻ്റെ ഏജിനനുസരിച്ചിട്ട് അവന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവന് പിന്നെ ഉള്ളീൻ്റെ പൊറോട്ട, ആലു പൊറോട്ട, പിന്നെ സാധാരണ ചപ്പാത്തി, ദോശ, അല്ലെ റവ ഉപ്മാവ്, അവൽ ഉപ്മാവിൽ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് ഓരോ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കും. പിന്നെ ഓൺലി ബ്രെഡും ഓംലേറ്റും ആക്കി കൊടുക്കും. അപ്പോൾ അതിൻ്റെ ശേഷം ഞാനൊരു 9 മണിയാകുമ്പോൾ എൻ്റെ വീട്ടിൽ മറ്റുള്ള ലോണ്ട്രി മടക്കേണ്ടത് അതെല്ലാം മടക്കി വെക്കും. ബാക്കിയില്ല ലോണ്ട്രി അലക്കേണ്ടത് ഞാൻ അലക്കി വെക്കും. അതിന് വേണ്ടി ഞാൻ ലോണ്ട്രി ബാഗിൽ സെപ്പറേറ്റ് എല്ലാം ഇട്ടിട്ട് പിന്നെ എല്ലാം അലക്കിയത് ഷെൽഫിലേക്ക് എടുത്ത് പിന്നെ അത് കൊണ്ടുപോയി മെഷീനിലിടലാണ് അലക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതവിടെ ഒരു 1/2 hour കഴിഞ്ഞിട്ട് അത് കഴുകി കഴിയും. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഇപ്പത്തെല്ലാം വന്ന് പിന്നെ വേറെയും ബെഡ്ഷീറ്റെല്ലാം ശരിയാക്കും, അപ്പുറത്ത് ബെഡ്ഷീറ്റ് ശരിയാക്കും. പിന്നെ അടിച്ചു വാരൽ കുറച്ച് നേരത്തെ ആണെങ്കിൽ, അതായത് നമ്മൾ 5:30 എണീക്കലുണ്ട് 2 പേരും റൂമും എല്ലാവരും എണീക്കും. പക്ഷെ ബെഡ് നമ്മൾ ഡേ ടൈം തന്നെയാണ് ആഫ്റ്റർ 9 o'clock ഞാൻ ശരിയാക്കൽ. ബാക്കി അടിച്ചു വാരുന്ന രാവിലെ തന്നെ നമ്മളൊന്ന് അടിച്ചു വാരിയാൽ അത് നല്ലതാണ്. ഒരു ദിവസത്തിൻ്റെ ആവശ്യമാണ് രാവിലെ തന്നെ അടിച്ചു വാരിയിട്ട് പിന്നെ മിറ്റെല്ലാം ഒന്ന് അടിച്ചു വാരി വെള്ളമെല്ലാം മുറ്റത്ത് കുടഞ്ഞ് ഡോറെല്ലാം തുറന്ന് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ അന്നത്തെ ദിവസവും നല്ലതായിരിക്കും. അപ്പോൾ മൈൻഡിന് നല്ല ഹാപ്പിനെസ് കിട്ടും. പിന്നെ അത് ചെയ്താൽ ഐശ്വര്യത്തിന് നല്ലതാണ്. ലക്ഷ്മി വരും. ലക്ഷ്മിൻ്റെ ആഗമനത്തിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പിന്നെ എൻ്റെ ബാക്കി തുണികൾ, എൻ്റെ ഡ്രസ്സ്, നൈറ്റ് പിന്നെ ജിമ്മിൻ്റെ ഡ്രസ്സ് എല്ലാം മടക്കി വെക്കും. പിന്നെ ഈവനിങ് ആകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ചില സമയം നമ്മൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാറാണ്. അപ്പോൾ ഇന്ന് ഞാൻ പൊട്ടാറ്റോ കട്ട്ലേറ്റാണ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ ബാക്കി വൈകുന്നേരം തന്നെ ഞാൻ ഉച്ചക്കത്തെ ഉറക്കവും കഴിഞ്ഞ് എണീച്ചതാണ്. അപ്പോൾ ഭയങ്കര എനർജറ്റിക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചായ കുടിച്ച് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കാനായി. അപ്പോൾ രാത്രി ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി, നൈറ്റ് ഡ്രസ്സ് മാറ്റി പിന്നെ വീണ്ടും ഞാൻ മറ്റേ ചുരിദാർ ഇടാറ്. അപ്പോൾ പിന്നെ ആരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ
ഞാൻ എന്തായാലും ഡ്രസ്സ് ചേഞ്ച് എടുക്കും. അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പുറത്ത് പോകും. അങ്ങനെയാണ് ഡെയിലി. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഒനിയൻ പൊറോട്ടയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഒനിയൻ ജസ്റ്റ് ഞാൻ ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടേൽ നല്ല നമുക്ക് എണ്ണ വേണമെങ്കിൽ ഗീ എടുക്കുക, അല്ലെങ്കിൽ എണ്ണ സൺഫ്ലവറാണ് വെളിച്ചെണ്ണ. അപ്പോൾ അത് റോട്ടിയുടെ അകത്ത് ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് അത് ചെയ്യാനും അത്ര സമയവും വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ സ്പെഷ്യലൊന്നും കറിയൊന്നും വേണ്ട, സോസോ ചട്നിയോ അങ്ങനെ എന്തെങ്കിലും മതി. പിന്നെ നമുക്ക് പുട്ടും ചെറുപയറും അങ്ങനെ രാവിലെ അത് ഭയങ്കര ഹെവി ഫുഡ് ആവുന്നുണ്ട്. എന്നാലും ഓരോരോ പുട്ട് കഴിക്കുന്നതിന് പ്രോബ്ലമില്ല. പക്ഷേ പുട്ട് ഇവിടെ ഭയങ്കര പുട്ടും ചെറുപയറാക്കിയാൽ ഇവിടെ വളരെ ഇഷ്ടപ്പെട്ട ഫുഡാണ് ഇവിടുത്തെ. എൻ്റെ 3 പേർക്കും, എനക്കും എൻ്റെ മകനും എൻ്റെ ഹസ്ബൻഡും പുട്ട് ചെറുപയറും ഏറ്റവും ഫേവറേറ്റ് ഫുഡ്. അപ്പോൾ അത് നമ്മൾ കഴിക്കും. ഇപ്പോൾ പുട്ട് ഉണ്ടാക്കിയാൽ 2 പുട്ട് എന്തായാലും കഴിക്കും, 2 പീസ് 3 അപ്പോൾ 3 തവണ ഞാൻ ഇത് ചെയ്യലാണ്. പിന്നെ ബാക്കി വേണമെങ്കിലാക്കി വെച്ചാൽ ഇവർ വൈകുന്നേരം സ്നാക്സിനാക്കിയിട്ട് കഴിക്കും, അല്ലെങ്കിൽ രാത്രി കഴിക്കും. പിന്നെ ഉണ്ടാക്കുന്ന ദോശയാണ്. ഉഴുന്ന് ദോശക്ക് പുതിർത്തി വെച്ചാൽ അത് ഉണ്ടാക്കും, അല്ലെങ്കിൽ നീര് ദോശക്ക് പുതിർത്തി വെച്ചാൽ അത് ഉണ്ടാക്കും. അപ്പോൾ ഇത് നീര് ദോശേൻ്റെ കുട്ടികൾ പിന്നെ വേറെയും ചില ദോശയുണ്ട്, ഉഴുന്നിൻ്റെ പിന്നെ ചെറുപയർ പുതിർത്തിട്ടുള്ള ദോശയുണ്ട്. അപ്പോൾ അതിന് ഈ പോലത്തെ ദോശക്കെല്ലാം നല്ല കട്ടിയിൽ ചുവന്ന ദോശ അല്ലേ പിന്നെ ചുവന്ന ചട്ടിനി ദോശയല്ല, സോറി. അപ്പോൾ ചുവന്ന ചട്നി, നല്ല വെള്ള ചട്നി, കടലയിട്ട ചട്നി ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ കടലയിട്ട ചട്നിയോ അല്ലെ ചുവന്ന ചട്നി ആക്കുമ്പോൾ അതിൻ്റെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്താൽ ഭയങ്കര ഒരു ഹെൽത്തി ചട്നി ആയിരിക്കും. നമുക്ക് ആ ചട്നി നല്ല എരിവ് വേണം, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏതൊരു ഇഡ്ഡലി ആയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അത് കഴിക്കും. പിന്നെ ആലു പൊറോട്ട ഉണ്ടാക്കും. അങ്ങനത്തെ ഓരോരോ ഡിഷ് ഉണ്ടാക്കിയാൽ നമ്മൾ ഭയങ്കര ടൈമും സേവിങ് ആണ്, പിന്നെ വർക്കും വേഗം കഴിയും. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ തന്നെ അവസാനിപ്പിക്കാം ഫ്രണ്ട്സ്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, സംസാരിക്കാം. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, ലവ് യു, ടേക്ക് കെയർ, താങ്ക് യു.